അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ 1 lakhന് മുകളിൽ ഒരു അൾട്ടിമേറ്റ് ഗെയിമിംഗ് PC ആണ്. കാര്യം ഇതിനകത്ത് 3ds Max, ബ്ലെൻഡർ, ചപ്പ് ചവർ എന്ത് വേണം നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കോസ്കി PC ബിൽഡാണ്. അപ്പോൾ ഈ ഒരു PC ബിൽഡിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1.4 lakh വരെയൊക്കെ വരാം. കാര്യം ഇതിനകത്ത് ഞാനൊരു കിടുക്കോസ്കി മോണിറ്ററൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോണിറ്റർ എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്താൽ അതനുസരിച്ച് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഒരു PC മാത്രം 1.1 lakh അതുവരെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ഈ ഒരു PC അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നില്ല. അത്രയ്ക്കല്ല കിടുക്കോസ്കി PC ബിൽഡാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊസസ്സർ മാത്രം, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സറാണ് ഞാൻ ചോയ്സ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഈ ഒരു നിങ്ങൾ അൾട്ടിമേറ്റ് ലെവൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഇൻ്റലിൻ്റെ i5 13th generation 13400F ആണ്. ഇതൊരു 10 core 16 thread പ്രൊസസ്സറാണ്. ഇതിന് മുന്നേ ഈ ഒരു പ്രൊസസ്സർ ചൂസ് ചെയ്തുകൊണ്ട് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പ്രകാരം i7 11th generation i9 11th generation സ്മൂത്തായിട്ട് അടിച്ച് നീക്കും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ്. പിന്നെ i7 12th generation അല്ലെങ്കിൽ അതിനൊപ്പമൊക്കെ നിൽക്കും ഈ ഒരു പ്രൊസസ്സർ. അടുത്ത ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് എയ്സ്റോക്കിൻ്റെ സ്റ്റീൽ ലെജൻഡ് സീരീസിൽ വരുന്ന അടിപൊളി മദർ ബോർഡാണ്. കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് മദർ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മിക്ക ഐറ്റംസ് വൈറ്റ് ആണ്. ഇതൊരു കംപ്ലീറ്റ്ലി വൈറ്റ് PC ബിൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് വൈറ്റ് PC ബിൽഡ് വേണം, വൈറ്റ് PC ബിൽഡ് വേണം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചൂസ് ചെയ്യുന്ന മിക്ക കോമ്പോണൻസും വൈറ്റ് ആണ്. അപ്പോൾ ഈ മദർ ബോർഡ് എന്ന് പറയുന്നത് B760യുടെ എയ്സ്റോക്ക് സ്റ്റീൽ ലെജൻഡ് സീരീസിൽ വരുന്നതാണ്. DDR5 വേരിയൻ്റ് ആണ്. അപ്പോൾ Gen 5 സപ്പോർട്ട് കൂടി ഈ ഒരു മദർ ബോർഡിൽ വരുന്നുണ്ട്. 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, 2 M.8 വരുന്നുണ്ട്, അതും Gen 5 സപ്പോർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് RGB സപ്പോർട്ട് വരുന്നുണ്ട്, LED ഹെഡേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. വേറെ ലെവൽ ഐറ്റം മദർ ബോർഡാണ്, അതും വൈറ്റ് മദർ ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കിടുക്കോസ്കി മദർ ബോർഡാണ്. കാര്യം ഇത് ഈ ഒരു 16,000 രൂപയ്ക്ക് എനിക്ക് ഒന്ന് ഇത്രയും കിടുക മദർ ബോർഡ് കിട്ടത്തില്ല. നിങ്ങൾ റൈസണിൽ പോവുകയാണെങ്കിലും അവന്മാർ കീറിയ വിലയ്ക്കാണ് കാര്യങ്ങളൊക്കെ. കാര്യം മദർ ബോർഡ് ആണെങ്കിൽ പോലും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇന്ത്യയിൽ ഇവിടെ ഉള്ളത്തോളം കാലം അത്യാവശ്യം നല്ല കിടിലം കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് റൈസണായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലാണോ റൈസണാണോ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13th generation സീരീസ് എന്തുകൂടെ ഇന്ത്യയിലാണ് ബെറ്റർ. റൈസൺ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയാണ് ബെറ്റർ. അടുത്തതിനകത്ത് ചൂസ് ചെയ്യുന്ന റാമും വൈറ്റ് തന്നെയാണ്. DDR5 വേരിയൻ്റാണ്. 6000 MHz റാമാണ് DDR5. A-rated റാമാണ്. XPG ലാൻസർ എന്ന് പറയുന്ന റാമാണ്. അതും വൈറ്റ് RGB 16GB ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും 3 RAM സ്ലോട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഫില്ല് ചെയ്യാം 16 ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ DDR5ൻ്റെ ഒക്കെ റേറ്റൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് DDR5 ചൂസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റോറേജ് Gen 4 സ്റ്റോറേജാണ് എടുത്തിട്ടുള്ളത്. ക്രൂഷ്യലിലെ Gen 4 സ്റ്റോറേജാണ് എടുത്തിട്ടുള്ളത്. Gen 4 1 TB ആണ് എടുത്തേക്കുന്നത്. Gen 4 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 5000-ന് മുകളിലാണ്. 5000 4200 റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഹൈ എൻഡ് സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് റെൻഡറിങ് കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ 4K ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ 60 ഫ്രെയിംസിലൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ പ്രീമിയർ പോലെ പെട്ടെന്ന് റെൻഡർ ആവാൻ സപ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പെട്ടെന്ന് റീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റൈറ്റ് ചെയ്യുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിരിക്കും. ഗെയിമിങ്ങിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് കയറി ലോഡാവും. അടുത്ത ഇതിനകത്ത് നമ്മൾ ഒരു മിനിമം 650 വാട്ടിൻ്റെ പവർ സപ്ലൈ ചൂസ് ചെയ്യാം. ബ്രോൺസ് പവർ സപ്ലൈയാണ് അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 650 വാട്ടിൻ്റെ ഡീപ്പ് കൂളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർസെയറോ ഏത് വേണോ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ ഒരു 80+ ബ്രോൺസ് ആയിരിക്കണമെന്നേ ഉള്ളൂ മിനിമം. അടുത്തതിനകത്ത് ചൂസ് ചെയ്യുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വിലയൊക്കെ കുറഞ്ഞു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ്. ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഈ ഒരു ഗ്രാഫിക്സ് കാർഡ്. NVIDIA RTX 4060 Ti ആണ്. 8GB ഗ്രാഫിക്സ് കാർഡാണ്. 4060 Ti വളരെ പവർ എഫിഷ്യൻ്റ് ആണ്. അതായത് വളരെ കുറച്ച് പവർ മാത്രമേ ഉള്ളൂ 4060 Ti. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം റൺ ചെയ്യുകയാണെങ്കിൽ പോലും കറണ്ട് ബില്ലൊക്കെ വളരെ കുറവായിരിക്കും. 3060 Ti വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വേരിയേഷൻസ് GPU പവറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ GPU പവർ കൊടുത്തിട്ടുണ്ട്. അപ്പം എത്രത്തോളം വേരിയേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ വളരെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് പുതിയ സീരീസ്. പക്ഷേ ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ AIO ആണ്. അതായത് കൂളർ യൂസ് ചെയ്തിരിക്കുന്നതും വൈറ്റ് ആണ്. 360mm AIO ആണ് ഡീപ്പ് കൂളിൻ്റെ, അതും വൈറ്റ് തന്നെയാണ്. അപ്പം ഒരു കൂളർ അത്യാവശ്യം ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു 1 lakhന് മുകളിലാകുമ്പോഴത്തേക്ക് ഇത്രയും കിടിലം ഐറ്റംസൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും പ്രൊസസ്സർ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 360mm AIO ഇരിക്കുന്നത് നല്ലതാണ്. 240 ആവശ്യം വരത്തുള്ളൂ, എന്നാലും 360mm എടുക്കുന്നത് കുറച്ച് നല്ലതാണ്. ഇപ്പോൾ ഡീപ്പ് കൂളിൻ്റെ ഈ ഒരു 360mm AIO എടുക്കാം. RGB ലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോളബിൾ ആണ്, അതും വൈറ്റ് ആണ്. പിന്നെ
ഈ ക്യാബിനറ്റും വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി സ്പോർട്സിൻ്റെ വൈറ്റ് ക്യാബിനറ്റാണ്. ഇതിനകത്ത് ഫ്രണ്ടിൽ 3 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം 4000 രൂപയ്ക്ക് താഴെ എനിക്ക് തോന്നുന്നു ഇത്രയും കിടിലൻ ക്യാബിനറ്റ് വേറെ കിട്ടാൻ ചാൻസ് കുറവാണ്. ആൻറ്റി സ്പോർട്സ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ വളരെ റേറ്റ് കുറഞ്ഞ ക്യാബിനറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പം ഫുള്ളി വൈറ്റ് ക്യാബിനറ്റാണ്, വളരെ കിടിലൻ ക്യാബിനറ്റാണ്, അത്യാവശ്യം നല്ല ലുക്കുള്ള ക്യാബിനറ്റ്. അപ്പം ഈ ഒരു PC ബിൽഡ് ഫുള്ളി വൈറ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ നമുക്ക് ബഡ്ജറ്റിൽ വ്യത്യാസം കൊണ്ടുവരുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്ററാണ്. അപ്പം ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് സാംസങ്ങിൻ്റെ 27 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഈ ഒരു മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ HD 240 Hz റിഫ്രഷ് റേറ്റ് വരുന്ന IPS പാനലാണ്. HDR10 വരുന്നുണ്ട്, G-Sync കേപ്പബിലിറ്റി വരുന്നുണ്ട്, NVIDIA അൾട്രാ വൈഡ് കുറച്ചുകൂടെ വ്യൂ ബെറ്ററാണ്. അതുപോലെ തന്നെ 3 ഇയർ വാറൻറ്റി വരുന്നത്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ 240 Hz റിഫ്രഷ് റേറ്റ് വരുന്ന IPS പാനലാണ്. അപ്പോൾ VA പാനലൊക്കെ 240 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് നേരത്തെയൊക്കെ 30K ആയിരുന്നു, പക്ഷേ ഇപ്പം 23K റേഞ്ചിൽ IPS പാനൽ തന്നെ 240 Hz കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാര്യം ഇത്രയും റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്, വേറെ ലെവലായി. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് 1.4 lakh 1.1 lakhന് PC മാത്രം നോക്കുകയാണെങ്കിൽ പറ്റിയ അൾട്ടിമേറ്റ് ബിൽഡ്. ഇപ്പോൾ ഇതിനകത്ത് അത് പറ്റുമോ ഇത് പറ്റുമോ ഒന്നും ചോദിക്കേണ്ട, എല്ലാം പറ്റും, വളരെ സ്മൂത്തായിട്ട് ഓടും. പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സർ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, 13600K ആക്കണമെങ്കിൽ മാറ്റാം. പക്ഷേ അതിന് ആവശ്യമില്ല, ഇത് തന്നെ അത്യാവശ്യമായിരിക്കും. പിന്നെ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ 4070 ആക്കാം, അതാണ് മാക്സിമം അപ്ഗ്രേഡബിലിറ്റി. പിന്നെ RAM അപ്ഗ്രേഡ് ചെയ്യാം, സ്റ്റോറേജും അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അൾട്ടിമേറ്റ് ലെവൽ ഈ ഒരു ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ PC. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടന്റ് അടുത്ത് കാണാൻ പറ്റും.